ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 71-ാമത്തെ ശ്ലോകം നോക്കാം. വിപ്രൈർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതഃ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കുകർമാചരണാത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അതായത് ദുഷ്കർമ്മങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ആചരിക്കുന്നത് മൂലം സാരത്തിന് കോട്ടം സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തെ സ്പഷ്ടമാക്കുവാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഒരു 7 ശ്ലോകങ്ങൾ ശ്രീ നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിപ്രൈർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാൽ. വിപ്രൻ എന്നാൽ ബ്രാഹ്മണൻ. വിപ്രൈർ ബ്രാഹ്മണരാൽ. ഭാഗവതി എന്നാൽ ഭഗവത് സംബന്ധമായിട്ടുള്ള. വാർത്ത എന്നാൽ കഥകൾ, ഭഗവത് സംബന്ധമായിട്ടുള്ള കഥകൾ. ഗേഹം എന്നാൽ വീട്. വീടുകൾ തോറും. ജന എന്നാൽ ജനം. ജനങ്ങൾ തോറും. കാരിത എന്നാൽ ചെയ്യിപ്പിക്കപ്പെടുന്നു. എന്തിനാ? അപ്പോൾ ഇവിടെ വീടുകൾ തോറും ഓരോരോ ജനങ്ങളും ഈ ഭഗവാന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത കഥകൾ ഇങ്ങനെ ചെയ്യിപ്പിക്കപ്പെടുന്നു, പറയിപ്പിക്കപ്പെടുന്നു ബ്രാഹ്മണരാൽ. എന്തിനു വേണ്ടി? കണലോഭേന. കണമെന്നാൽ വളരെ ചെറിയ ഒരു അംശം. കണലോഭൻ, ലോഭം എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം, ഒരു സാമ്പത്തികമായ നേട്ടം. അപ്പോൾ ആ ഒരു നിസ്സാരമായ ലാഭത്തിനു വേണ്ടി ബ്രാഹ്മണരൊക്കെ വീടുകളിൽ പോയിരുന്നുകൊണ്ട് ഭാഗവതം പറയുന്നു. ഇവിടെ ബ്രാഹ്മണരാൽ പറയിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ കലിയുടെ ഒരു പ്രേരണയാണ് ബ്രാഹ്മണരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഈ ഭാഗവത കഥ അത് എല്ലായിടവും പറയാനുള്ളതല്ല, ഇത് എല്ലാവരിലേക്കും എത്താനുള്ളതും അല്ല. അതിന് യോഗ്യതയുള്ളവരിലേക്ക് മാത്രമേ അത് എത്താവൂ. അതുകൊണ്ട് തന്നെ പക്ഷെ ഇവിടെ ബ്രാഹ്മണരാകട്ടെ തങ്ങൾക്ക് കിട്ടുന്ന നിസ്സാരമായ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വീടുകൾ തോറും പോയി ഭാഗവത കഥകൾ, ഭഗവത് സംബന്ധമായ കഥകൾ പറയുന്നു. കലിയുടെ പ്രേരണയാൽ പറയിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, കാരിത കണലോഭേന കഥാസാരസ്തതോ ഗതഃ. കഥാസാരഃ തതഃ. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കഥാസാരസ്തതോ. കഥാസാരഃ എന്നാൽ കഥാസാരം. ആ ഭാഗവത കഥ എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ അതിൻ്റെ ആ ഒരു സാരത്തെ തതഃ അതുകൊണ്ട് തന്നെ ഗതഃ അത് നിഷ്ഫലമായി ഭവിച്ചു, അല്ലെങ്കിൽ പോയി അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണോ ഈ ഭാഗവത കഥകൾ, ഭഗവത് സംബന്ധമായ കഥകൾ എന്ന് പറയുമ്പോൾ കഥകൾ മാത്രമല്ല, അതിനുള്ളിലെ ആ തത്വം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ പറയുന്ന ആചാര്യന്മാർ. പക്ഷെ ഇവിടെ ബ്രാഹ്മണരാകട്ടെ വീടുകൾ തോറും പോയിട്ട് ഭാഗവത കഥകളൊക്കെ പറയുന്നു. എന്തിനു വേണ്ടി? അവരുടെ നിസ്സാരമായ ലാഭത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഇതേപോലെ കുറച്ച് ഭാഗവത കഥകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് നേട്ടമുണ്ടാക്കുക എന്നുള്ള, സാമ്പത്തികമായി അവരിലേക്ക് വന്നു ചേരാവുന്ന ഒരു നേട്ടം, ഒരു ലാഭം, അതുമാത്രമാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഈ തത്വസാരത്തെ വേണ്ട വിധത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല, അതിനവർ മിനക്കെടുന്നില്ല. പകരം എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞിട്ട് ഈ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭവുമായി അവരങ്ങനെ ജീവിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഈ ഭാഗവത കഥാസാരം കൊണ്ട് യാതൊരു ഗുണമാണോ ഉണ്ടാകേണ്ടത്, യാതൊരു മാറ്റമാണോ പറയുന്നവരിലും കേൾക്കുന്നവരിലും ഉണ്ടാവേണ്ടത്, അതൊന്നും ഈ ഒരു ഭാഗവത കഥാകഥനം കൊണ്ട്, ഈ ഒരു ഭഗവത് മഹിമ സ്തുതിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ കീർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് യാതൊരു ഫലമാണോ അത് ലഭിക്കാതെ പോകുന്നു. നമുക്കറിയാം, ഭഗവത്ഗീത മുഴുവൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്തിട്ട് ഭഗവാൻ പറഞ്ഞത്, ഇത് എന്നിൽ ഭക്തിയുള്ളവരിലേക്ക് നീ ഇത് പകർന്നു കൊടുക്കണം, അല്ലയോ അർജുന എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗവത കഥ കേൾക്കാൻ താല്പര്യമുള്ളവരിൽ, അതിൻ്റെ തത്വസാരത്തെ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണം ഇത് പകർന്നു കൊടുക്കാൻ. ഒരിക്കലും തങ്ങൾക്കുണ്ടാകാവുന്ന നിസ്സാരമായ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി നമ്മൾ പറയാറുണ്ട് കവലപ്രസംഗം പോലെ എന്ന് പറയാം. അങ്ങനെ പറയേണ്ട ഒന്നുമല്ല ഈ ഭാഗവത തത്വവിചാരം. അപ്പോൾ ഈ കഥകളൊക്കെ തന്നെയും വെറും കഥകളല്ല, മറിച്ച് എന്താകാം എന്താകരുത് എന്ന് നമ്മളെയൊക്കെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ്, നമ്മളെയൊക്കെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്നതാണ്, നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ളതാണ് ഈ ഭാഗവത കഥകളൊക്കെയും. അപ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അതിന് താല്പര്യമുള്ളവർക്ക് മാത്രം പകർന്നു കൊടുക്കേണ്ട ഒന്നാണ് ഭാഗവത കഥകൾ. പക്ഷേ ഈ കലികാലത്തിൽ ബ്രാഹ്മണരായിട്ടുള്ളവർ എന്നെടുത്തു പറയാൻ കാരണം, ഈ ബ്രഹ്മജ്ഞാനത്തെ, ഈ തത്വസാരത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ. പക്ഷെ അത് വേണ്ട വിധത്തിൽ അറിയാൻ കഴിയാതെ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഈ ബ്രാഹ്മണരൊക്കെ ഇന്ന് ഇങ്ങനെയൊരു കുകർമ്മ ആചരണത്തിന് തുനിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സാരം നഷ്ടപ്പെട്ടു പോയതും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വിപ്രൈർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതഃ. ഇനി ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ശ്ലോകത്തിൻ്റെ അവസാനം ഗതഃ, അവിടെ ഒരു വിസർഗമുണ്ട്. അപ്പോൾ അത് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ കഥാസാരസ്തതോ, അതൊക്കെ വായിക്കാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ്. വേറെ അതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഒരു വാക്കുണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കിയൊക്കെ വായിക്കാൻ എളുപ്പമുള്ളത് തന്നെയാണ്. ഹരേ കൃഷ്ണ.